മക്കൾ സ്കൂൾ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കൊടുത്തു കേട്ടോ. ചായയൊക്കെ കൊടുത്ത് അവിടെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് ഒന്ന് ഫോണിൽ കുത്താമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് രണ്ടാളും അടുത്ത ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. റവ കേസരി വേണമെന്ന്, അവർക്ക് മധുരം കഴിക്കണമെന്ന് തോന്നണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ കുറേ വാശി പിടിച്ചിട്ടാണ് ഞാൻ സമ്മതിച്ചത് റവ കേസരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ അതുണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നേ. റവ കേസരി ഉണ്ടാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്ര 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കപ്പ് എൻ്റെ 1/2 കപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വറുത്തെടുക്കാം. ഇത് വറുത്ത റവയല്ല കേട്ടോ. വറുത്ത റവ വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ വറുത്ത റവയാണെങ്കിലും പിന്നെയും വറുക്കണം. എല്ലാവർക്കും അറിയായിരിക്കും ഇത് റെസിപ്പി. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിച്ച് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി കുറച്ച് സമയം ഇളക്കി നന്നായി ചൂടാക്കി എടുക്കാം. ഇത് കുറച്ച് അധികം സമയം ചൂടാക്കണം, വറുക്കാത്ത റവ ആയതുകൊണ്ട്. ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ച ഒന്നുകൂടെ കരിഞ്ഞു പോകും. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഒക്കെ നെയ്യ് ഇട്ടാൽ മതി. ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മറ്റേ മുന്തിരി ഇല്ലേ, അതുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. മക്കള് പെട്ടെന്നാണ് കേസരി വേണമെന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ ഉള്ള സാധനം വെച്ച് ചെയ്യാണ്. അപ്പോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മൂപ്പിച്ചെടുക്കാം. കശുവണ്ടി ആയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് റവയ്ക്ക് 3.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിക്കേണ്ടത്. അപ്പൊ നമുക്ക് 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചു വരട്ടെ. തിളച്ചു വരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്താണെന്നറിയാം, ഞാൻ മുമ്പൊന്നും ചേർക്കില്ലായിരുന്നു, മഞ്ഞൾപ്പൊടിയാണ് ചേർത്തുകൊണ്ടിരുന്നത്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫുഡ് കളർ ചേർത്തത്. മക്കൾക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് കളർ ചേർക്കാത്തത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. അത്ര ഹെൽത്തി ഒന്നും അല്ലല്ലോ ഫുഡ് കളർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കണം, കട്ടയില്ലാതെ ഇളക്കിയിട്ട്. ഒരുമിച്ച് കൊട്ടണ്ട കേട്ടോ റവ. ഞാനത് ഒരുമിച്ച് കൊട്ടിയതാണ് പ്രശ്നമായത്. കുറച്ചായിട്ട് കൊട്ടിയാൽ മതി, പതുക്കെ കൊട്ടിയാൽ മതി. 1 കപ്പ് പഞ്ചസാര കേട്ടോ ഞാൻ ഇടുന്നത്. 1 കപ്പ് മുതൽ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. 1.5 കപ്പ് എന്ന് പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ അത്ര മധുരം വേണ്ട ആർക്കും, അതുകൊണ്ടാണ് 1 കപ്പ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സ്റ്റേജ് ആവുമ്പോഴുണ്ടല്ലോ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കാഷ്യൂ വറുത്തതില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ മോൾഡിലോ കേക്കിന്റെ മോൾഡില്ലേ അതിൽ വെച്ച് പരത്തി കൊടുത്താൽ മതി. ഞാനിപ്പോ സെറ്റ് ചെയ്യണില്ല, ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരവിടെ നല്ല കട്ട വെയിറ്റിംഗ് ആണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മക്കൾക്ക് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന് അവര് പറയട്ടെ. സ്കൂള് വിട്ട് വന്നിട്ട് എനിക്കൊരു പണി തന്നതാ കേട്ടോ. അത് ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? എന്നാ ബൈ പറ.